കേരള സമൂഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഒരു സോഷ്യൽ മീഡിയ റീലുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരന്റെ ജീവനെടുത്ത സംഭവം. എന്തിനു വേണ്ടിയാണെങ്കിൽ പോലും ശരി, എന്തൊക്കെ തെറ്റുകൾ ചെയ്താലും ശരി, ശിക്ഷിക്കാൻ തക്കവിധം നിയമങ്ങളും സർക്കാർ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ ഒരു മനുഷ്യനെ വിധിക്കാതിരിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ എപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു സംശയം തന്നെയാണ്. ഈ വിഷയമാണ് ഇന്നത്തെ നിലപാടിൽ ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോയ്സ് മാത്യു, എന്നോടൊപ്പം ഉള്ളത് റോജി ജോൺ. റോജി, ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ, ഇപ്പം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല വിധത്തിലും പല നിയമങ്ങളും സ്വന്തം ഇഷ്ടപ്രകാരം വളച്ചൊടിക്കുന്ന ഒരു സാഹചര്യം പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പലതവണ ഈ അടുത്ത നടന്ന പല സംഭവങ്ങളും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ ബസ്സിൽ നടന്ന, നമുക്കറിയാം, ആ ഒരു വീഡിയോ ചിത്രീകരിക്കുകയും അതിനെ തുടർന്ന് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയൊക്കെ ചെയ്തത്. അപ്പോൾ ശരിക്കും നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ പിന്തുടരുന്ന പല സംഭവങ്ങൾക്കും ഒരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മാത്രം പരിഗണന കിട്ടാതെ എല്ലാവർക്കും, സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും, ആണായാലും പെണ്ണായാലും കുട്ടികളായാലും ശരി, എല്ലാവർക്കും ഒരേ ഒരു തുല്യ അവകാശം ലഭിക്കണം. ഒരു കേസുണ്ടായാലും അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ പരിഗണിക്കണം. അങ്ങനെ തുടങ്ങി കുറേയധികം മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരണമെന്ന് തോന്നുന്നില്ല ശരിക്കും. അതുപോലെ നമ്മൾ ശരിക്കും ആരെയും ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളാരെയും വിധിക്കാനോ, ഇപ്പം നമ്മളൊരു വീഡിയോ കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വിലയിരുത്താനോ നമ്മൾ ആൾക്കാരല്ല. നമുക്ക് അതിനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നമുക്കില്ല ശരിക്കും. നമുക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ ഇടപെടാനോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അനാവശ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയാനോ അവരെ വിധിക്കുവാനോ നമുക്ക് അവകാശമില്ല. എങ്കിൽ പോലും ഇത്തരം സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മുടെ സമൂഹത്തിന് അറിയത്തില്ലാതെ വരുന്ന ഒരു, അല്ലെങ്കിൽ അതിനെ കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആ യുവതി ഈ ഒരു വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചിത്രീകരിച്ചതിന് ശേഷമാണെങ്കിൽ പോലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. എല്ലാവിധ സംവിധാനങ്ങളും നമുക്ക് ഉണ്ട് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ. ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കാം, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാം. അതേ സ്ഥാനത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് മറ്റൊരാളെ അവഹേളിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരാളെ മാനസികമായിട്ട് തകർക്കുന്ന തരത്തിലേക്ക് അത് ഒരു കുറച്ച് കടന്ന കൈയായി പോയതായിട്ട് തോന്നുന്നില്ലേ? എന്താണ് ഈ വിഷയത്തിൽ റോജിക്ക് പറയാനുള്ളത്? ജോയ്സ, ഇത് പറയുമ്പോൾ നമ്മൾ ഈ IPCയുടെ ഇന്ത്യൻ പീനൽ കോഡ് സൃഷ്ടിച്ച ആ സമയത്ത് തന്നെ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരുപാട് പ്രാധാന്യം ഉണ്ടായിരുന്നു ഈ പീനൽ കോഡുകൾ എല്ലാം തന്നെ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരുപാട് പ്രതിസന്ധികളായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. പിന്നീട് കാലഘട്ടം മാറുന്നു, സ്ത്രീകൾ മുന്നിലേക്ക് വരുന്നു, പുരുഷനോടൊപ്പം തന്നെ തുല്യ നീതിയിലേക്ക് കടന്നു വരുന്നു. അപ്പോഴും ഈ IPC ഇന്ത്യൻ പീനൽ കോഡ് പോലെയുള്ള, അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിത പോലെയുള്ള നിയമങ്ങളെല്ലാം അതേപോലെ തന്നെ നിന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ നിയമത്തിൽ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നോക്കൂ, പലപ്പോഴും ഈ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവകാശങ്ങൾക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ട നിയമങ്ങൾ പലപ്പോഴും വളച്ചൊടിക്കാറുണ്ട്, അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സ്ത്രീധന നിരോധന നിയമം എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നിയമമാണ്. IPC നോക്കുകയാണെങ്കിൽ 498A ആണ് വകുപ്പ്. അത് BNS വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു 86 തോന്നുന്നു വകുപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സ്ത്രീധന നിരോധന നിയമം ഇത്ര ശക്തമായി നമ്മുടെ സമൂഹത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴും വീടുകളിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഈ സ്ത്രീധന നിരോധന നിയമവുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്നത് ഒരു പതിവ് കാഴ്ച പോലെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വലിയ മാതാപിതാക്കളുണ്ടെങ്കിൽ, പ്രായമായവരുണ്ടെങ്കിൽ, ഇവരെയൊക്കെ പുറത്താക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസ് കൊടുക്കുന്നതിനോ ഒക്കെ ഇത് കാരണമായി മാറുന്ന ഒരു നിയമം ആയി മാറുകയാണ്. ഒരു വട്ടം സുപ്രീം കോടതി ഇതിനെക്കുറിച്ച് പരാമർശിച്ച ലീഗൽ ടെററിസം എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അത് നിയമപരമായ തീവ്രവാദം എന്ന രീതിയിൽ ശക്തമായ സുപ്രീം കോടതി ഇതിനെ പറയുകയുണ്ടായി. കാരണം പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ തന്നെ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സ്ത്രീധന നിരോധന നിയമത്തിൻ്റെ ഉള്ളിൽ പെട്ടുകൊണ്ട് ആ വീട്ടുകാരെ, മാതാപിതാക്കളെ ആണെങ്കിലും ഭർത്താവിനെ ആണെങ്കിലും കേസിൽ കൊടുക്കുക എന്ന് പറയുന്ന ഒന്നായി മാറി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്ത്രീധന നിരോധന നിയമം തന്നെയാണ് ഒന്നാമത്തെ നിയമമായിട്ട് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു നിയമം എന്ന് പറയുന്നത് ബലാത്സംഗ കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ ഒരുപാട് കാലം പ്രണയബദ്ധരായി നിൽക്കുന്ന ഒരു കപ്പിൾ, ഉഭയകക്ഷി സമ്മതപ്രകാരം തന്നെ അവർ ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നു. അതിനുശേഷം എന്തെങ്കിലും കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങുകയോ വിവാഹം കഴിക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയോ ചെയ്യുമ്പോൾ വരുന്ന ഒരു കേസാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത്.
നമുക്കറിയാം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ട്രെൻഡ് പോലെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ഈ സ്ത്രീധന നിരോധന നിയമം പോലെ തന്നെ ഏറ്റവും ദുരുപയോഗം ചെയ്യുന്ന ഒന്നാണ് ഈ ബലാത്സംഗ വിരുദ്ധ നിയമം എന്ന് പറയുന്നത്. അതുപോലെ ഒന്നാണ് ഈ ഗാർഹിക പീഡന നിയമങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഭർത്താവ് ഒന്ന് തല്ലി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വഴക്കുണ്ടായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്ന ഉടനെ തന്നെ സ്ത്രീക്ക് കേസ് കൊടുക്കാൻ കഴിയും. അതായത് ആ വീട്ടിലുള്ള ആൾക്കാർ എന്നെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതെല്ലാം നോൺ ബൈലബിൾ ആണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഈ സ്ത്രീപക്ഷ നിയമങ്ങൾക്ക് വേറെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. FIR ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് തെളിവുണ്ടാക്കണമെന്നൊന്നുമില്ല, ആളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ടത് ആരാ? ഈ പ്രതിയാണ്. പ്രതി തെളിയിക്കണം ഞാൻ നിരപരാധിയാണ്, അത് ഞാനൊരു തെറ്റും ചെയ്തില്ലേ എന്ന് തെളിയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ മറ്റൊരു കാര്യം കൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, സ്ത്രീകൾ ഈ നാട്ടിൽ അപകടത്തിൽ പെടുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്കെതിരായ ചില കരങ്ങൾ നീളുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെ നമുക്ക് തർപ്പിച്ച് പറയേണ്ടി വരും. 2025 വനിതാ കമ്മീഷൻ നടത്തിയ ഒരു പഠനമുണ്ട്. ആ പഠനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിരത്തുകളിൽ 10 സ്ത്രീകളിൽ 4 സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീകൾക്ക് ഒരു അരക്ഷിതാവസ്ഥ തോന്നുന്നുണ്ട്. ഒരാൾ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ തോന്നുകയാണ് അയാൾ ആക്രമിക്കാൻ വേണ്ടിയാണോ വരുന്നതെന്ന് തോന്നലുണ്ടാകുന്നു. അതിൽ നിന്നും ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ, ഞാൻ ഈ റീലിൻ്റെ കാര്യമല്ല പറയുന്നത്, റീൽ എന്ന് പറയുന്നത് റിയൽ അല്ല എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷേ പലപ്പോഴും ഇത് വ്യാപകമായ രീതിയിൽ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോഴും വലിയ പ്രതിസന്ധികളും വലിയ പ്രശ്നങ്ങളും ഒക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്. സമൂഹത്തിൽ സംഭവിക്കുന്ന വലിയൊരു അപജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നിയമങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷനായാലും സ്ത്രീയാണേലും നോക്കേണ്ടത് നിയമം എല്ലാവർക്കും ഒരേപോലെയാണ്. തുല്യനീതി എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും ഒരേപോലെയാണ് വേണ്ടത് എന്നുള്ളത്. നിയമത്തിൻ്റെ ചില ആനുകൂല്യങ്ങൾ മറപറ്റി പുരുഷനെ പീഡിപ്പിക്കാം എന്ന് സ്ത്രീ കരുതിയാലോ അല്ലെങ്കിൽ സ്ത്രീയെ പീഡിപ്പിക്കാമെന്ന് പുരുഷൻ കരുതിയാലോ അത് തെറ്റാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. ഇപ്പോൾ റോജി പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ നമുക്കൊരു നിയമം വരുമ്പോൾ അത് പുരുഷനായാലും ശരി സ്ത്രീക്കായാലും ശരി, അത് നിയമം നിർമ്മാണത്തിൻ്റെ ഒരു ഉദ്ദേശം തന്നെ രണ്ടുപേരുടെയും അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും ശരി ഒരു സംരക്ഷണം, പൗരൻ്റെ ഒരു സംരക്ഷണവും ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ അവരുടെ ഒരു അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണല്ലോ നിയമങ്ങൾ എന്തായാലും പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. അത് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ സംശയം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ലേ? അതായത് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ റീലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്നോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടുമെന്നോ അതുപോലെയുള്ള ഒരു സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നില്ല ജോണെ. പിന്നെ അതുപോലെ എനിക്ക് വേറൊരു കാര്യം കൂടെ സംശയമുള്ളത്, ഇപ്പം കേരളത്തിൽ തന്നെ ആണെങ്കിലും ആത്മഹത്യ റേറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ് ആത്മഹത്യ റേറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നുന്നു. അതിന് വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് തൊട്ട് നമ്മുടെ തലമുറയെ നമ്മുടെ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്, പുരുഷന്മാർ കരയാൻ പാടില്ല അല്ലെങ്കിൽ പുരുഷന്മാർ പുറത്ത് അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമ്മുടെ മാനസിക പ്രയാസങ്ങൾ നമുക്കുള്ളിൽ തന്നെ നിലനിൽക്കണം, ആണുങ്ങൾ കരയാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് വികാരങ്ങൾ പുറത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവകാശം. ആ രീതിയിൽ നമ്മുടെ കേരളത്തിൽ, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ തലമുറയായിട്ട് കൈമാറി വരുന്ന ഒരു രീതി, ആ രീതിയിൽ നമ്മുടെ കുട്ടികളെയും ഇങ്ങനെ പഠിപ്പിച്ച് പോകുന്ന ഒരു രീതി ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പുരുഷന്മാർ കൂടുതലും വിഷമങ്ങൾ പുറത്ത് കാണിക്കാറില്ല, പ്രകടിപ്പിക്കാറില്ല. അത് ഓക്കെ, അതിപ്പം ആരുടെയും മിസ്റ്റേക്ക് അല്ല. ഇപ്പോൾ നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അതിനെ തരണം ചെയ്യാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട്, പുരുഷന്മാർക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട്, അത് ഒരു ആത്മഹത്യയിലേക്ക് എത്തുന്നില്ലേ? അതുപോലെ തന്നെ ഒരു വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തെക്കുറിച്ച് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല, പലതരത്തിലുള്ള പ്രഷറും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അത് എത്രത്തോളം താങ്ങാനുള്ള ഒരു ശേഷി, അതുപോലെ ഈ സമൂഹത്തിൽ നിന്ന് വരുന്ന പലതരത്തിലുള്ള ആരോപണങ്ങളും കാര്യങ്ങളും ഒക്കെ നേരിടാനുള്ള ഒരു കഴിവ്, ഇതൊക്കെ എത്രത്തോളം ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് നയിക്കാനുള്ള ഒരു സാധ്യതയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുമെന്നുള്ളൊരു സംശയമല്ലേ? അതുപോലെ ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ വനിതാ കമ്മീഷൻ നമുക്കറിയാം. വനിതാ കമ്മീഷൻ എന്ത് പ്രശ്നം വന്നാലും ഒരു കാലത്ത് എല്ലാത്തിലും പോയി തലയിടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു വനിതാ കമ്മീഷൻ. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ കൂടിയിട്ട് മെൻസ് കമ്മീഷൻ രൂപീകരിക്കണം എന്നുള്ള ഒരു രീതിയിലേക്കൊക്കെ ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്കും ഈ വിഷയത്തിൽ ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്കായാലും ശരി പുരുഷന്മാർക്കായാലും ശരി കുട്ടികൾക്കായാലും ശരി സമൂഹത്തിൽ എല്ലാവർക്കും തുല്യ അവകാശം വേണം. ഇപ്പം ജനറേഷൻ മാറുന്നതനുസരിച്ച് നിയമങ്ങളും പുതുക്കണം.
അതല്ലേ ശരിക്കും വേണ്ടത്? നമുക്കിപ്പം പഴയ കാലഹരണപ്പെട്ട നിയമങ്ങൾ ഇപ്പോഴും നമ്മൾ തുടച്ച് മിനുക്കി കൊണ്ടു നടക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്? എന്താണ് ജോണിന് തോന്നുന്നത്? ജോയ്സ് പറഞ്ഞ പോലെ 1, 2 കാര്യങ്ങൾ ആദ്യമേ പറയുക തന്നെയാണ്. ഒന്ന്, കേരളത്തിലെ സൂയിസൈഡ് റേറ്റ് അത് വളരെ കാണപ്പെടുന്നൊരു സത്യമാണ്. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് ചെയ്യുന്നത് ആണുങ്ങളാണ്, പുരുഷന്മാരാണ്. ഈ കഴിഞ്ഞ 2023 ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 10,000 ചില്ലാൻ, ഏകദേശം 10,997 ആൾക്കാർ മൊത്തം ടോട്ടലി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പുരുഷന്മാർ ഏകദേശം 8,000 ചില്ലാൻ പുരുഷന്മാരാണ് അതിൽ സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. വിമൻ സൈഡ് നോക്കുമ്പോൾ, അതായത് സ്ത്രീപക്ഷം നോക്കുമ്പോൾ 2,000 ചില്ലാൻ സ്ത്രീകളാണ് സൂയിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു ട്രഡീഷണൽ ആയിട്ടൊരു കാര്യമുണ്ട്. എല്ലായ്പ്പോഴും ഈ കഴിഞ്ഞ ദിവസം നടന്ന പോലെ ഈ ഇൻസ്റ്റഗ്രാം റീൽ വെച്ച് ഇങ്ങനെ ഉണ്ടായ അവസ്ഥയല്ല എപ്പോഴും ഉണ്ടാകുന്നത്. പലപ്പോഴും നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ജോലിയുടെ പ്രഷർ, ഈ ആണുങ്ങൾ, പുരുഷന്മാർ, അവർ അവരുടെ ജന്മം തൊട്ട് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് അവർ ഡു നോട്ട് ക്രൈ, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ കരയരുത്, വികാരങ്ങൾ പ്രകടിപ്പിക്കരുത് എന്നുള്ള രീതിയിലേക്കാണ് അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവർ തന്നെയാണ് ഈ ഒരു ഫാമിലിക്ക് വേണ്ടിയുള്ള ഭക്ഷണം, അതായത് അന്നത്തെ വേണ്ടിയുള്ള അപ്പം കണ്ടെത്തുന്നത് അവർ തന്നെയാണ്. അവരാണ് അധ്വാനിക്കേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ ട്രഡീഷണലി നമ്മുടെ കേരളത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്. വെസ്റ്റേൺ കൾച്ചർ വ്യത്യാസം ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ട്രഡീഷൻ ഉണ്ട്. ഇപ്പോഴത്തെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ട്രഡീഷൻ അനുസരിച്ചാണ് പുരുഷന്മാർ തങ്ങളുടെ ജീവിതം ഉയർത്തി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിലുണ്ടാവുന്ന പലപ്പോഴും ഇതിൽ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. ഒരു പക്ഷേ നേരത്തെ മിസ്റ്റർ റോജി പറഞ്ഞ പോലെ, അതായത് വളരെയധികം മാനസിക സംഘർഷങ്ങൾ വരുമ്പോൾ ആരോടും പറയാനില്ലാതെ ജീവനെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജോലി സാധ്യത നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയാണ്. പിന്നെ മൂന്നാമത്തെ, നമുക്കൊരു ഫ്യൂച്ചറിൽ ഫോർ എക്സാമ്പിൾ ഒരു പ്രണയ നിരാശയൊക്കെ ഉണ്ടാകുമ്പോൾ കൂടുതലും ടോളറബിൾ അല്ലാത്തൊരവസ്ഥക്ക് വരുമ്പോൾ കൂടുതലും സൂയിസൈഡ് ചെയ്യുന്നത് പുരുഷന്മാരുള്ള ഒരവസ്ഥയ്ക്കാണ് കാണപ്പെടുന്നത്. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിലെ മൂരാണ് ഇത്. ഞാൻ പറഞ്ഞത് 2021 കാര്യമാണ്. ഇപ്പോൾ 2022, 2023, 24, 25, 26. അപ്പോൾ ഏകദേശം 3 വർഷം ആവാറാവുന്ന അവസ്ഥയിലേക്ക് നിയമത്തിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ മുമ്പേ തന്നെ ഉണ്ടായിരുന്ന നിയമങ്ങൾ വളച്ചൊടിച്ച് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ദുരുപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം റീച്ചിന് മാത്രം ഉപയോഗിക്കുമ്പോൾ, എൻ്റെ സ്വന്തം നന്മയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം റീലിൻ്റെ കാണുന്നത്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു നിയമം ഉണ്ടായിരുന്നു. സ്ത്രീകളെ ഏകദേശം 30 സെക്കൻഡോ നോക്കി കഴിഞ്ഞാൽ അത് ഒരു സ്റ്റയർ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതൊരു എന്താണ് കേസ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ നോക്കാൻ പാടില്ല എന്നുള്ള കേസ്, കാരണം അത്രത്തോളം ഇങ്ങനെ തുറിച്ചു നോക്കാൻ പാടില്ല എന്നുള്ളത് കേസൊക്കെ ആവുമെന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. പല സിനിമകളിൽ തന്നെ ഇത് വളരെ ആക്ഷേപഹാസ്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം, ഒരു കാര്യം ഇവിടെ പറയുകയാണ്. സോഷ്യൽ മീഡിയ ദുരുപയോഗം അത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയ ദുരുപയോഗം, പത്രസ്വാതന്ത്ര്യം ആകട്ടെ, സോഷ്യൽ മീഡിയ ആകട്ടെ, അതൊരു മനുഷ്യൻ്റെ മൂക്കിന് തുമ്പത്ത് മാത്രം വരെ അതിൻ്റെ അവകാശമുള്ളൂ. ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു അവസ്ഥ വരുന്നുണ്ട്. അതായത് ഒരു ആളുടെ സ്ഥലത്തേക്ക്, പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക്, ഒരു മനുഷ്യൻ്റെ സ്വത്ത് ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കയറുന്നൊരവസ്ഥയാണ് ഇവിടെ സോഷ്യൽ മീഡിയ, ഇൻസ്റ്റഗ്രാം റീൽ നമ്മൾ കണ്ടത്. ഒരിക്കലും അനുവദനീയമല്ല. ഈ സ്ത്രീക്ക് ഒരു പ്രത്യേക ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നെങ്കിൽ ആൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീച്ച് ഇട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കില്ല. ഇതേ സമയം ദുബായിലോ മറ്റ് സൗദി അറേബ്യ പോലെ രാജ്യങ്ങളിൽ പല വാർത്ത ഞാൻ കേട്ടിരുന്നു. അതായത് ഇങ്ങനെ അനാവശ്യമായി ഒരാളുടെ ഫോട്ടോ എടുത്തതിന്, അല്ലെങ്കിൽ ചോദിക്കാതെ തന്നെ ഫോട്ടോ എടുത്ത് എന്തോ പോസ്റ്റിലിടെ അങ്ങനെ ചെയ്തതിന് എത്രയോ ദിർഹം, 25,000 ദിർഹോ എങ്ങനെയാണ് കാശ് പഴയടക്കേണ്ട വന്നൊക്കെ പറഞ്ഞ വാർത്തകളുണ്ടായിരുന്നു. അതുപോലത്തെ എന്തുകൊണ്ട് ഒരു നിയമം ഇന്ത്യയിൽ വന്നുകൂടാ? എന്തുകൊണ്ട് കേരളത്തിൽ വന്നുകൂടാ? മറ്റുള്ളവരുടെ ഫോട്ടോ അല്ലെങ്കിൽ അവരുടെ പിക്ക് അനാവശ്യമായി എടുക്കും തന്നെ അത് പ്രൈവസി ഇൻഫ്രിഞ്ച്മെൻ്റ് ആണ്. അതായത് മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതൊരു പത്രത്തിനോ മാധ്യമത്തിനോ മറ്റു ഇൻസ്റ്റഗ്രാമിനോ ഒരു സാധാരണ വ്യക്തിക്ക് അവകാശമില്ലാത്ത കാര്യമാണ്. അത് അവിടെ ഹ്യൂമൻ ഫ്രീഡം അവിടെ നശിപ്പിക്കണം. മനുഷ്യൻ്റെ മൗലിക അവകാശമാണ് ജീവിക്കുക, സ്വാതന്ത്ര്യം, റൈറ്റ് ടു സ്പീക്ക്, റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു എക്സിസ്റ്റൻസ് എന്നൊക്കെയാണെങ്കിൽ പറയാം. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന ഒരു ഭാഗമാണ് അവിടെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റം. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വലിയ പ്രശ്നം അവിടെ ഉണ്ടാവുന്നില്ല. പക്ഷേ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫെമിനിസ്റ്റുകളുടെ ഈ സ്വാർത്ഥ മോഹങ്ങളാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇതിൽ പിന്നിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് നമുക്കറിയാലോ, ഈക്വാലിറ്റി, ഈക്വിറ്റി, ജസ്റ്റിസ് എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഫെയർ പ്രാക്ടീസ്, അതായത് പുരുഷനും സ്ത്രീക്കും തുല്യനീതി. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ, പുരുഷന് ബസ്സിൽ ട്രാവൽ ചെയ്യാം, അതുപോലെ തന്നെ സ്ത്രീകൾ ട്രാവൽ ചെയ്യാം. പക്ഷേ അത് ഫെയർ പ്രാക്ടീസ് അല്ല. കാരണം എന്തുകൊണ്ടാണ്? സ്ത്രീകൾ ഒരു പക്ഷേ കൂടുതലും ഉപദ്രവിക്കപ്പെടുന്ന ഒരു വർഗ്ഗമാണ്. നമുക്കറിയാലോ, ഈ സൗമ്യ കൊലക്കേസ് നമുക്കറിയാം, നിർഭയ കൊലക്കേസ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഉണ്ടാക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അത് ബൈ ലോ ഇറ്റ് ഈസ് നെസസറി.
പക്ഷേ ആ നിയമം ദുരുപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് ഈക്വാലിറ്റി എന്നുള്ള ഭാഗത്ത് വരുമ്പോൾ ഈക്വാലിറ്റി പുരുഷനും സ്ത്രീക്കും ന്യായമായ അവകാശമുണ്ട് ജീവിക്കാൻ. പക്ഷേ സ്ത്രീക്ക് ഒരു മുൻഗണന കൊടുക്കുന്നു. അതുകൊണ്ടാണ് ബസ്സിൽ നമ്മൾ പ്രൈവറ്റ് ബസ്സിലാവട്ടെ ട്രാൻസ്പോർട്ട് ബസ്സിലാവട്ടെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് സീറ്റ് കൊടുക്കുന്നുണ്ട്. ഇത് ട്രെയിനിലായിക്കോട്ടെ പുരുഷന്മാർ എന്ന് പറഞ്ഞിട്ട് ഒരു കോച്ച് ട്രെയിനിൽ കൊടുക്കുന്നില്ല, സ്ത്രീകൾ എന്ന് പറഞ്ഞിട്ട് കോച്ചാണ് കൊടുക്കുന്നത്. കാരണം സ്ത്രീ സുരക്ഷ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്പോൾ നമുക്ക് എവിടെ ജസ്റ്റിസ് എന്നുള്ള യൂസേജ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈക്വാലിറ്റി, അപ്പോൾ സ്ത്രീകൾ കുറച്ചും കൂടി ഈക്വാലിറ്റി വന്ന സ്ത്രീകൾക്ക് അവിടെ ഒരു ഫെയർ പ്രാക്ടീസ് വരില്ല, കാരണം അവർക്ക് സുരക്ഷ കൂടുതൽ ആവശ്യമാണ്. അപ്പോൾ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. ജസ്റ്റിസ് മാത്രം പോരാ, അവിടെ ഇക്വിറ്റി വന്നിട്ടുണ്ട്. എന്നാണ് ഇക്വിറ്റി? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യണം, ഇപ്പോൾ നേഴ്സായിട്ട് ജോലി ചെയ്യട്ടെ, അവർ ചെയ്യുന്ന ജോലികൾക്ക് അവർക്ക് പ്രഗ്നൻസി ഉണ്ടാകുമ്പോൾ അവർക്ക് മറ്റേണിറ്റി ലീവ് കൊടുക്കുന്നു. അതൊരു ഈക്വിറ്റിയുടെ യൂസേജ് ആണ്. അവിടെ പുരുഷന് കൊടുക്കുന്ന പോലെ പുരുഷന് ഈ പറ്റേണിറ്റി ലീവിന് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ പല കമ്പനീസും കൊടുക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും മറ്റേണിറ്റി ലീവാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് അതിൻ്റെ ആവശ്യം? സ്ത്രീകൾക്ക് അതിൻ്റെ ആവശ്യമുള്ളത് കൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈക്വാലിറ്റി എന്നതിനേക്കുപരി അവിടെ ഈ ജസ്റ്റിസും ഈക്വിറ്റിയും കൊടുക്കുന്നുണ്ട്. ഈ ജസ്റ്റിസും ഈക്വിറ്റിയാണ് അവർ ദുരുപയോഗം ചെയ്യുന്നത്. നല്ലതിന് വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. നിയമങ്ങൾ ഓരോ കാലഘട്ടം കഴിയും തോറും പുതിയതായിട്ട് റിന്യൂ ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ മാറ്റി എഴുതേണ്ട വരുമായിരിക്കും. പക്ഷേ ആ നിയമങ്ങൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത്. ഇത് ദുരുപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റു. അബ്യൂസിങ് ഓഫ് എന്ന് പറയില്ലേ പീനൽ കോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ അബ്യൂസിങ് ഓഫ് ഈ ഫെമിനിസ്റ്റിക് ലോ എന്ന് വേണമെങ്കിൽ പറയാം. ഉണ്ടാക്കിയ നിയമങ്ങളൊക്കെ അബ്യൂസ് ചെയ്യുക, ആ അബ്യൂസിൻ്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സ്ത്രീ ഇപ്പോൾ ഡവറിയുടെ കാര്യത്തിൽ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഈ ഇപ്പോൾ പുരുഷൻ വീട്ടിൽ വന്നിട്ട് ഭാര്യ ഭർത്താവായിരിക്കാം, പുരുഷൻ വീട്ടിൽ വന്നിട്ട് ഭാര്യയെ മർദ്ദിച്ചു, വെറുതെ ചിലപ്പോൾ എന്തെങ്കിലും വഴക്കുണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ സ്ത്രീ പരാതി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? സ്ത്രീക്കാണ് മുൻഗണന കൊടുക്കുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. സ്ത്രീക്ക് മുൻഗണന കൊടുക്കാൻ കാരണം എന്തുകൊണ്ടാണ്? അതവിടെ ജസ്റ്റിസ് ഈക്വിറ്റി എന്നുള്ള ഭാഗത്തിൻ്റെ ഒരു ഫെയർ പ്രാക്ടീസിൻ്റെ ഭാഗമാണ്. ആ ഫെയർ പ്രാക്ടീസ് അവിടെ ദുരുപയോഗം ചെയ്തിട്ട് സ്ത്രീക്ക് മുൻഗണന കൊടുക്കുമ്പോൾ പുരുഷൻ്റെ ഭാഗം അവിടെ ന്യായീകരിക്കാൻ ആരുമില്ലാതെ വരുന്നു. വനിതാ കമ്മീഷൻ പോലെ പുരുഷൻ കമ്മീഷൻ എന്നുള്ളൊരു വിഭാഗത്തെ ഈ രാഹുൽ ഈശ്വർ കൊണ്ടുവരാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് ശരിക്കും പറയേണ്ട അതിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം പുരുഷന്മാർ ഓൾറെഡി എന്താ പറയുക, ഈ ഫിസിക്കലി നോക്കുകയാണെങ്കിൽ പുരുഷൻ ഓൾറെഡി ഒരു മേൽക്കോയ്മയുള്ള ആൾക്കാരാണ്. അത് ട്രഡീഷണലി ആണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈക്വാലിറ്റി ഈക്വിറ്റി ജസ്റ്റിസ് എന്നുള്ള ഭാഗം ഇവിടെ കൊണ്ടുവരാൻ കാരണം. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രത്യേകം താല്പര്യം കൂടുതൽ നമ്മുടെ ഗവൺമെൻറ് മാത്രം ലോകത്തുള്ള മിക്ക ഏകദേശം ഒരു വിവരവും വിദ്യാഭ്യാസവും മിക്ക ഗവൺമെൻറ്റും കൊടുക്കുന്ന കാരണം. അഫ്ഗാനിസ്ഥാനൊന്നും കൊടുക്കുന്നില്ല, നമുക്കറിയാം. ഇനി അഫ്ഗാനിസ്ഥാനെ പോലത്തുള്ള ശരിയായ നിയമങ്ങൾ കൊണ്ടുവന്നവിടെ സ്ത്രീകൾ ശരിക്കും പട്ടിണി ദുരിതയാവും. പറയാം, ഒരു വെയിൽ മാറേൻ്റെ പേരിൽ കുറേ കടി കിട്ടിയ ആൾക്കാരൊക്കെ ഇറാനിലൊക്കെ ജീവിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യമില്ല, കാരണം സ്ത്രീകൾക്ക് എപ്പോഴും സുരക്ഷ ആവശ്യമാണ്. ഈ സുരക്ഷയെ ചൂഷണം ചെയ്യുമ്പോഴാണ്, ഈ സുരക്ഷയെ അബ്യൂസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ കഴിഞ്ഞ ദിവസം ബസ്സിലുണ്ടായ പോലെ പ്രശ്നങ്ങൾ നടമാടുന്നത്. അതുപോലെ അങ്ങനെ മാനസിക സമ്മർദ്ദമാക്കുന്ന ആളുകളാണ് ഇതുപോലെ ഈ എല്ലാവരും അങ്ങനെയാണെന്നല്ല, പലപ്പോഴും ആത്മഹത്യയിലേക്ക് പോകുന്നത്. പിന്നെ പല ഡ്രഗ് അബ്യൂസിൽ രീതിയിൽ ആത്മഹത്യയിൽ പോകുന്നുണ്ട്. പിന്നെ നമുക്കറിയാം അങ്ങനെ പല രീതിയിലും ജോബ് ലോസിൻ്റെ പേരിൽ ആത്മഹത്യക്ക് പോകുന്നുണ്ട്. ഇതൊരു വലിയൊരു സംഭവമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നിയമം പൊളിച്ചെഴുതുക എന്നതിനേക്കാൾ ഉപരി ആ നിയമം സംരക്ഷിക്കുക എന്നതാണ്. സംരക്ഷിക്കുക എന്ന് വെച്ചാൽ അബ്യൂസ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ്. ഫെയർ പ്രാക്ടീസ് എപ്പോഴും പുരുഷനും ആവശ്യമാണ്. എപ്പോഴും കോടതി കേൾക്കുമ്പോൾ പുരുഷൻ്റെ ഭാഗം കൂടി കേൾക്കാൻ ശ്രദ്ധിക്കണം. പോലീസ് കേസെടുക്കുമ്പോൾ സ്ത്രീയുടെ പക്ഷം കേട്ട് മാത്രം ചാടി കയറി ഒരു പോസ്കോ കേസ് ഉണ്ടാകുമ്പോൾ പുരുഷനെ ആദ്യം കൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷേ ഒരു പക്ഷേ അങ്ങനെ ആവണമെന്നില്ല. കാരണം പലപ്പോഴും ഈ പല പുരുഷന്മാരും ആൾക്കാരൊക്കെ അതായത് യാതൊരു തെളിവില്ലാതെ അല്ലെങ്കിൽ ഇതായിട്ട് യാതൊരു ബന്ധമില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെട്ട്, അതായത് ഇന്നസെൻ്റ് ആയിട്ട് തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട പല സംഭവങ്ങളും നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് എന്നതിനേക്കാൾ ഉപരി ഈ പറയുന്ന സംരക്ഷിക്കപ്പെടുന്ന നിയമങ്ങൾ കറക്റ്റായി സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട, അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം നമ്മുടെ കേരളത്തിൽ വളരെയധികം ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. നിയമങ്ങൾ ഇപ്പോഴും വളച്ചൊടിക്കപ്പെടുന്നുണ്ടെന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് ഒരിക്കലും കണ്ടില്ല എന്ന് വെക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എപ്പോഴും സുരക്ഷയെ മുൻനിർത്തി നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങൾ അത് ചില താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചൊടിക്കപ്പെടുന്നത് വളരെ പരിതാപകരം തന്നെയാണ്, വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് തടയിടാൻ സാധിക്കുന്ന തരത്തിലുള്ള നടപടികൾ കേരളത്തിൽ ഉയർന്നു വരേണ്ടതാണ്, അത് സ്വീകരിക്കേണ്ടത് തന്നെയാണ്. ഇതാണ് ഇന്നത്തെ നിലപാട്. ഈ നിലപാട് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നിലപാട് ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് നന്ദി.